സ്വാമി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അകത്തൊക്കെ തിരക്കി. ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുകയായിരുന്നു. നന്ദിനി എവിടെ സ്വാമിജി? ആ കുട്ടി പോയെന്നാണ് തോന്നുന്നേ. വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇവിടെയും അവിടെയൊക്കെ മാറി നിൽപ്പുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞ് ഞാൻ തിരികെ വന്ന് നോക്കിയപ്പോ ആ കുട്ടിയെ കാണുന്നില്ല. തിരികെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഇല്ല സ്വാമി, ഇതുവരെ അവള് വീട്ടിലേക്ക് എത്തിയിട്ടില്ല. നന്ദിനിയെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. എനിക്ക് നല്ല ഭയമുണ്ട് കുട്ടി. ഞാൻ പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാത്ത പോലെ ആ കുട്ടിയുടെ പ്രകൃതം. അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു. അവളുടെ മുറിയിൽ നിന്ന് ആ വിഗ്രഹം കിട്ടിയതിനെ ചൊല്ലി വീട്ടിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും അവളെ വഴക്ക് പറഞ്ഞു. പക്ഷെ ദേവിയുടെ മുന്നിൽ സത്യം ചെയ്ത് ആ കുട്ടി പറഞ്ഞത് വിഗ്രഹത്തിന്റെ കാര്യത്തിൽ ആ കുട്ടിക്ക് ഒരു പങ്കുമില്ലെന്നാ. അത് തന്നെയാ അവള് വീട്ടിൽ വെച്ചും പറഞ്ഞത്. എന്താ യഥാർത്ഥത്തിൽ നടന്നെന്ന് ഒരു പിടിയില്ല സ്വാമി. എല്ലാറ്റിനും ഭഗവതി ഒരു വഴി കാണും കുട്ടി. ചെല്ലു, എത്രയും വേഗം ആ കുട്ടിയെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശരി സ്വാമിജി. കുട്ടിയൊന്ന് നിൽക്കൂ. പൂജയ്ക്കായി പ്രാർത്ഥിച്ചു നൽകിയ വിഗ്രഹം നഷ്ടമായത് ഒരു ദുർനിമിത്തം തന്നെയാ. കുട്ടി സൂക്ഷിക്കണം. അപകടങ്ങളിൽ പെടാതെ വഴിമാറി നടക്കണം. നിമിത്തങ്ങൾ വെറും സൂചനകളല്ല, അത് വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ മുന്നൊരുക്കങ്ങൾ തന്നെയാ. എനിക്ക് എന്തപകടം പറ്റിയാലും സാരമില്ല സ്വാമി. പക്ഷെ ആ വീട്ടിൽ മറ്റാർക്കും ഒന്നും സംഭവിക്കരുത്. അതിനു വേണ്ടിയുള്ള വഴിപാടും പൂജയും എല്ലാം സ്വാമിജി ചെയ്യണം. അപ്പൊ ഞാൻ ചെല്ലട്ടെ സ്വാമിജി. ദേവി അനുഗ്രഹിക്കട്ടെ. ഹലോ, എന്തായി മോളെ? നന്ദിനിയെ കണ്ടോ? അവള് കൂടെ ഉണ്ടോ? ഇല്ലച്ചാ, ഞാൻ വരുന്നതിന് മുൻപ് അവള് ക്ഷേത്രത്തിൽ നിന്ന് പോയി. വഴിയിലെങ്ങും അവളെ കാണുന്നുമില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ അവള് ക്ഷേത്രത്തിൽ നിന്ന് പോയതെന്നാ സിദ്ധം പറഞ്ഞത്. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടുപിടിക്കണം. അവൾ അവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണും. അല്ലാണ്ട് എവിടെ പോവാനാ? മോളൊന്ന് നോക്കിയാ മതി. ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവൾ അങ്ങ് എത്തിയ അച്ഛൻ എന്നെ ഒന്ന് വിളിക്കണേ. വിളിക്കാം മോളെ, മോള് പേടിക്കണ്ട. അവൾ എവിടെ പോവാനാ? തിരിച്ചു വരും. ഇവിടെ വന്ന ഉടനെ ഞാൻ വിളിക്കാം. അച്ഛൻ ഗിരിയെ ഒന്ന് വിളിച്ച് വിവരം പറഞ്ഞേക്കണേ. ശരി മോളെ, മോള് വേഗം വാ. ഹലോ വലിച്ച. മോനെ, സ്വാദീപ് വിളിച്ചിരുന്നു. അവൾ എവിടെയെങ്കിലും പോയി തൊലയിട്ട് വലിച്ച. ഇതുവരെ കാണിച്ച എല്ലാ തോന്നിവാസങ്ങളും ഞാൻ സഹിച്ചു. ഇനി വയ്യ. അവള് വേണമെങ്കിൽ തന്നെ തന്നെ തിരിച്ചു വരട്ടെ. അവളെ അന്വേഷിച്ച് പോവാനേ എനിക്ക് സമയമില്ല. വല്യച്ഛൻ ഏടത്തിയോട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ. ഇപ്പൊ എന്തായി?
ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അവളിനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൗരി, തോന്നിയവസം പറയരുത്. ആ, ഞാൻ പറയുന്നതാ തോന്നിയവസം. അവളെ ഇവിടെ നിന്ന് കള്ളിയാക്കി ഇറക്കി വിട്ടതില് ഒരു തെറ്റുമില്ല അല്ലേ വലിച്ച? അതിനാരവളെ ഇറക്കി വിട്ടത്? അവൾ സ്വയം ഇറങ്ങിപ്പോയത് നമ്മുടെ തെറ്റാണോ? അതെ, അതിനെന്താ സംശയം? നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ നന്ദിനി അത്ര നാണം കെട്ടവളൊന്നും അല്ല. ഇത്രയും അപമാനം സഹിച്ച് ഈ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അവൾക്കങ്ങ് തോന്നിക്കാണും. അതിനവളെ തെറ്റു പറയാൻ പറ്റുമോ? അങ്ങനെ ആരും മരിക്കാനുള്ള കാരണമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അവളെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ അത് സഹിച്ചല്ലേ പറ്റൂ. ഓ, അത് ശരി. അപ്പൊ അവളങ്ങ് ചത്താലും കുഴപ്പമില്ലെന്നാ വല്യച്ഛന്റെ മനസ്സിലിരിപ്പ്. കൊള്ളാം വല്യച്ഛ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ സഹോദരന്റെ ഭാര്യ നന്ദിനി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസിൽ നിങ്ങൾക്കെതിരെ ആദ്യം സാക്ഷി പറയുന്നത് ഈ ഞാനായിരിക്കും. പൂര കത്തുമ്പോ വാഴ വിട്ട് അവള്. എന്നെ അടിച്ചിറക്കിയ വീട്ടിലേക്ക് ഇനി ഞാൻ തിരികെ പോണോ? നന്ദിനിയുടെ മുറിയുന്ന ഇത് കിട്ടിയത്. അയ്യോ, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. മിണ്ടരുത് നീ. ഇതിന്റെ പേരും പറഞ്ഞ് എല്ലാരും കൂടി ഇനി അവളുടെ മെക്കിട്ട് കയറണ്ട. അവക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും. ആണോ? ഇതാണോ അബദ്ധം? ഞാൻ എന്തിന് പൂജിച്ച് ഭക്തിയോടെ കാത്തു സൂക്ഷിച്ചു വെച്ച വിഗ്രഹം തച്ചുടച്ച് കവറിനുള്ളിലാക്കി ഒളിച്ചു വെക്കുന്നതാണോ അബദ്ധം? ഇതൊക്കെ ദൈവം പൊറുക്കാത്ത പാവോ? സത്യമായിട്ട് എടുത്തി, ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. എന്തായാലും എല്ലാരും കൂടി ചേർന്ന് എന്നെ പ്രതിയാക്കാനുള്ള ശ്രമമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനിത് സമ്മതിച്ചു തരില്ല. പൊറുക്കാൻ പറ്റാത്ത തെറ്റ് കാണിച്ചു വെച്ചിട്ട് നിന്ന് ചലിക്കുന്നോ? ഇപ്പൊ ഇറങ്ങിക്കൊണ്ട് ഇവിടുന്ന് മതിയേ എനിക്ക്. ഞാൻ തിരികെ വരുമ്പോ നിന്റെ നിഴല് പോലും കണ്ടുപോരുത്. ഇത്രയും നാള് കൂടെ ജീവിച്ചിട്ടും ഗിരിയേട്ടനെ പോലും എന്നെ മനസ്സിലായില്ല. ചെയ്യാത്ത തെറ്റിന് ഞാനെന്തിനു ശിക്ഷ അനുഭവിക്കണം? ഇതെല്ലാം സ്വാതിയുടെ തന്നെ അടവായിരിക്കും. ആരായിരിക്കും ആ വിഗ്രഹം എന്റെ മുറിയിൽ കൊണ്ടുവച്ചത്? ഇനി ഗൗരിയച്ചയായിരിക്കോ? എന്തായാലും ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. ചെറിയമ്മയെ പോയൊന്ന് കാണണം. എന്താ മോളെ ഇവിടെ ഇരിക്കുന്നേ? ഈ സ്ഥലം അത്ര നല്ലതല്ല. മോക്ക് എങ്ങോട്ടാ പോകണ്ടേ? കേറ്, ഞങ്ങളും ഉണ്ടാക്കാം. വേണ്ട, ഞാൻ പോയിക്കോളാം. വാ മോളെ, കേറ്. വേണ്ട, ഞാൻ പോയിക്കോളാം. അങ്ങനെ അങ്ങ് പോയാലോ? ഞങ്ങൾ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞല്ലേ? വേണ്ട, എനിക്ക് ആരുടെ ലിഫ്റ്റ് വേണ്ട. പോകേണ്ട വഴിയൊക്കെ എനിക്കറിയാം. ഓഹോ, വഴിയൊക്കെ അറിയാല്ലേ? മോളെ വാശി പിടിക്കില്ലേ? ഒന്ന് സഹകരിച്ച് സന്തോഷമായിട്ട് വന്നാ നമുക്ക് എങ്ങോട്ടാന്ന് വെച്ചാ പോവാം. എന്താ? കൈവിട്. വിടരുതവളെ. ഒന്ന് വേഗം വാടാ. വേഗം വാ.
നിൽക്കാൻ. ഒടുക്കത്തെ ഓട്ടോ അവള്. വണ്ടി വിളിക്കടാ. വേഗം കേറടാ. അവളെ വിടരുത്. വണ്ടി എടുക്ക് വേഗം. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ അവളെ. വാടാ കേറ്. കേറടാ. ഒന്ന് പതുക്കെ ഓടിക്ക. ഒന്ന് നിർത്തിക്കേ. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. ദേ ഈ കുട്ടി ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? കണ്ടോടാ? ഇല്ല. ഇല്ല. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ മാഡം. അതെ ഒന്ന് നിർത്തിക്കേ.
ഒന്നുകൂടി വീട്ടിലോട്ട് വിളിച്ചു നോക്കിയാലോ? ചിലപ്പോ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലോ? ദേ ഏട്ടൻ വിളിക്കുന്നു. ചിലപ്പോ നന്ദിനി വീട്ടിലെത്തി കാണും. ഹലോ ഏട്ടാ. ഹലോ സ്വാതി, താനിത് എവിടെയാ? ഏട്ടാ, നന്ദിനി അവിടെ എത്തിയോ? ഇല്ല, നന്ദിനി ഇവിടെ വന്നിട്ടില്ല. എടോ, താൻ ഒറ്റയ്ക്ക് അവിടെ എന്ത് ചെയ്യാനാ? താൻ വേഗം തിരിച്ചു വാ. നമുക്ക് എന്തായാലും പോലീസിൽ പരാതി കൊടുക്കാം. ഏട്ടൻ എന്നെ നിർബന്ധിക്കണ്ട. നന്ദിനിയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. സ്വാതി, എടോ, ഞാൻ പറയുന്ന താനൊന്ന് കേൾക്ക്. ഏട്ടൻ വിഷമിക്കണ്ട. എനിക്കൊന്നും സംഭവിക്കില്ല. നന്ദിനിയും കണ്ടുപിടിച്ച് ഞാൻ ഉടനെ അവളെയും കൊണ്ടങ്ങ് എത്തും. ഹലോ ഹലോ സ്വാതി. ഇവളിത് എന്ത് ഭാവിച്ചാന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, അവക്ക് ഈ കുടുംബത്തോടുള്ള ആത്മാർത്ഥം ഉണ്ടാ. മാത്രമല്ല, അവള് കാരണം ഈ പ്രശ്നങ്ങൾ എത്ര ഉണ്ടായതെന്ന് എല്ലാരും ചുറ്റും നിന്ന് കുറ്റപ്പെടുത്തിയപ്പോ അതിനുള്ള പരിഹാരം അവള് കണ്ടെത്താൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ. എടാ, നീ പേടിക്കണ്ട. സ്വാതി അവളെ കൊണ്ടുവരും. ഈ വീട്ടിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദിനി അല്ലെങ്കിൽ പിന്നെ ആ വിഗ്രഹം എടുത്ത് മാറ്റിയത് ആരായിരിക്കും? അച്ഛാ, എനിക്കൊരു സംശയം. വെറുതെ സംശയിച്ചുകൊണ്ട് കാര്യമില്ല. നന്ദിനിയുടെ മുറിയിൽ നിന്ന് തെളിവ് കിട്ടിയോണ്ടാ നമ്മൾ അവളെ സംശയിച്ചത്. ഇനി അതുപോലും ഇല്ലാതെ നമ്മൾ ആരെ സംശയിക്കാനാ? ഗൗരിയെ. അവൾക്ക് സ്വാതിയോടുള്ള ശത്രുത പോലെ ഈ വീട്ടിൽ മറ്റാർക്കാ ഉള്ളത്? അവളാണിത് ചെയ്തതെങ്കിലോ? നീലേ, വെറുതെ ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ വിഗ്രഹം എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നന്ദിനിയെ ഇറക്കി വിട്ടതുപോലെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനാണോ ഉദ്ദേശം? ആ, ആയിരിക്കും. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കാണണമെന്നാണല്ലോ ഇവിടെ എല്ലാവരുടെയും മനസ്സില്. അവളും നീയും അല്ലാതെ പിന്നെ ആരാ അത് ചെയ്തത്? ആരാ എന്റെ ഉത്തരവാദി? പുറത്തുനിന്ന് ഒരാൾ പോലും അന്ന് ഈ വീട്ടിൽ വന്നിട്ടില്ല. സ്വാതി പൂജയെ പങ്കെടുക്കരുതെന്ന് നീയും ആഗ്രഹിച്ചിട്ടില്ലേ? കണ്ടോ, അവളുടെ മുഖത്ത് തന്നെയുണ്ട് അതിന്റെ ഉത്തരം. അപ്പൊ നിന്നെ സംശയിക്കാം. വെറുതെ അനാവശ്യം പറയല്ലേ വലിച്ച. ഞാൻ നിയന്ത്രണം വിട്ട് വല്ലതും വിളിച്ചു പറയും. ഗൗരി, വല്യച്ഛനോടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിച്ച ഞാൻ ആരോടും മറുപടി പറയും. രാജീവേട്ടനെ ഇക്കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. ഗൗരി, വല്യച്ഛനൊരു ചെറിയ സംശയം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലേ ഈ വീട്ടിൽ ആരെയൊക്കെ സംശയിക്കാം? ഈ വല്യച്ഛനെ വരെ സംശയിച്ചൂടെ? ഇതൊക്കെ വല്യച്ഛന്റെ ഒരു തന്ത്രമാണെങ്കിലോ? ഗൗരി, നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്തും പറയാന്ന് വിചാരിക്കരുത്. ഈ വീട്ടിലെ എല്ലാരെയും അച്ഛൻ കാണുന്നത് ഒരുപോലെയാ. ഓ പിന്നെ ഒരുപോലെ. എനിക്കറിയാം കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും അല്ല. ഈ വീട്ടിൽ സ്വാതിക്ക് കൊടുക്കുന്ന പ്രാധാന്യം എപ്പോഴെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? നന്ദിനിക്ക് കൊടുത്തിട്ടുണ്ടോ? അവൾക്ക് മുന്നിൽ ഞങ്ങളെ ചവിട്ടി താഴ്ത്താനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ. എന്നിട്ട് സംശയിക്കുന്ന പോലും. ഗൗരി, മതി, നിർത്ത്. വാ, വരാനല്ലേ പറഞ്ഞേ? രാജീവേട്ടാ, എന്നെ വിട്ടെ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ വരൂ. താൻ ഇനി ഒന്നും പറയണ്ട. വലിച്ച, ഇവളോട് ക്ഷമിക്കണം. ചെയ്യാത്ത തെറ്റിന് കുറ്റപ്പെടുത്തിയോണ്ടാ ഗൗരിയുടെ സമനില തെറ്റിയത്. വരാൻ. എന്നെ വിട്, വിട്. ആ ഗൗരി, വരാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വാ. പറയട്ടെ. നടക്ക്. എല്ലാം കള്ളക്കൂട്ടങ്ങളാ. നന്ദിനിയും ഗൗരി അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? സിദ്ധം പറഞ്ഞത് ഈ വീട്ടിൽ തന്നെയുള്ള ഒരാളായിരിക്കുന്ന. അതെങ്ങനെ തെറ്റാവും? ഇല്ല ഏട്ടാ, ഞാൻ എടുത്തിട്ടില്ല. ഏട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഏട്ടന് തോന്നുന്നുണ്ടോ? ഉണ്ട്, തോന്നുന്നുണ്ട്. ഏട്ടാ, സ്വാതി അടുത്തിയുടെ പൂജ മുടങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് താനല്ലേ? അത് എന്റെ മനസ്സിലൊരു ആഗ്രഹം ഞാൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട്. നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയല്ലേ?
സ്വാതിയടത്തിയുടെ പൂജ നടന്ന മകൻ നക്ഷത്രത്തിലുള്ള പെൺകുഞ്ഞ് അവർക്ക് ജനിക്കുമെന്ന് പേടിച്ച് താനാണോ അത് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട്.